സമ്പൂർണ്ണ സാക്ഷരത. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ജനങ്ങൾ വിചാരിക്കുന്നത് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ കേരള ജനതയെ പ്രബുദ്ധരാണ്, നിങ്ങൾ പ്രബുദ്ധരാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ പ്രബുദ്ധരായി മാറി എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ആ രാഷ്ട്രീയ പാർട്ടി വിട്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ ചേക്കേറിയാൽ നിങ്ങളുടെ ആ പ്രബുദ്ധത നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പ്രബുദ്ധരായിരിക്കാൻ ഞങ്ങളെ തന്നെ സെലക്ട് ചെയ്യൂ, നിങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പ്രബുദ്ധരാണ് എന്നാണ് കേരളത്തിലെ പൊളിറ്റീഷ്യൻസ്, അവർ മലയാളികൾക്ക് മേൽ അടിച്ചു വച്ചിരിക്കുന്ന ഒരു ലേബലാണ് ഇതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രബുദ്ധരാണോ എന്നുള്ളത് മലയാളികളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഇപ്പോൾ ആ കള്ളങ്ങൾക്കൊക്കെ ഒരു വിരാമമായിരിക്കുന്നു. ഇന്ത്യയിലെ മൂന്നാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനവും ഇപ്പോൾ ഏതാണെന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഗോവയും മിസോറാമിനും ശേഷം, അതായത് 1ഉം 2ഉം സ്ഥാനം അപ്പോൾ ഏതാണെന്ന് അറിയാമല്ലോ. 1ാം സ്ഥാനം മിസോറാം, 2ാം സ്ഥാനം ഗോവ, സമ്പൂർണ്ണ സാക്ഷരത നേടിയ. അതിനുശേഷം 3ാമത്തെ സ്ഥാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ത്രിപുരയാണ് എന്നുള്ളതാണ്, സമ്പൂർണ്ണ സാക്ഷരത. അതും BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഗോവയും BJP ഭരിക്കുകയാണ്. മിസോറാമിലും BJP ശക്തമായി അവിടെ സഖ്യകക്ഷിയായി ഭരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും 3ാമത്തെ സംസ്ഥാനമായി ത്രിപുര മാറിയിട്ടുണ്ട്. അതിൻ്റെ സാക്ഷരതാ നിരക്ക് 95.6%. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി സംസ്ഥാനത്തിൻ്റെ സാക്ഷരതാ നിരക്ക് 90%-ന് മുകളിലായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട്. മിസോറാമിനും ഗോവയ്ക്കും ശേഷം ത്രിപുര 3ാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രീതി മീണ ഒരു പരിപാടിയിൽ പറഞ്ഞു. യുനെസ്കോയുടെ 95% സാക്ഷരതാ നിരക്ക് എന്ന നിർവചനത്തിന് അനുസൃതമായി ത്രിപുരയെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. പീരിയോഡിക് ലേബർ സർവേ 2023-24 റിപ്പോർട്ട് അനുസരിച്ച് ത്രിപുരയുടെ സാക്ഷരതാ നിരക്ക് 93.7% രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഉല്ലാസ് ക്യാമ്പയിൻ്റെ നിലവിലെ വിജയം കാരണം ഈ കണക്ക് 95.6% വർദ്ധിച്ചിട്ടുണ്ട്. പോരാത്തതിന് കേന്ദ്ര സർക്കാർ നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് 95%-ലധികം സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സമ്പൂർണ്ണ സാക്ഷരതാ പദവിയും ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ പദ്ധതികളിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വഴി 2030 ഇന്ത്യയെ സമ്പൂർണ്ണ സാക്ഷരതാ രാഷ്ട്രമാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മീണ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.